ഹലോ, വെൽക്കം ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷൻ പാർട്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സിലും തുടങ്ങുന്നത്. അതായത് പോൾസും പോൾ വൈൻഡിങ്സും അതിൻ്റെ കൂടെ യോക്ക്, അതായത് ഡി സി മെഷീൻ്റെ സ്ട്രക്ചർ ക്യാരി ചെയ്യുന്ന പാർട്ടിനും കൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ആർമേച്ചർ കോർ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനെ വൈൻഡ് ചെയ്ത് വെക്കും. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടറിൻ്റെ ഉള്ളിൽ ജനറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ വയർ വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വൈൻഡിങ്സിനെ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വൈൻഡിങ്സിനെ വൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർ സെക്ഷൻ, ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ് ഈ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞാൽ. ഈ ആർമേച്ചറാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡി സി മെഷീൻസ് ആയതുകൊണ്ട് ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ആർമേച്ചർ കോർ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ആർമേച്ചർ കോർ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ സർക്കുലർ ആയിട്ടുള്ള ഓരോ ഡിസ്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണ്? ഡിസ്കിന് ഒരു സ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്ലോട്ട് ഇല്ലാത്ത ഭാഗത്തിന് ഒരു ടീത്ത് എന്നാണ് പറയുക, പല്ല് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു സ്ലോട്ടും ഒരു ടീത്തും ഉണ്ടായിരിക്കും. സ്ലോട്ടിലാണ് എന്ത് ചെയ്യുന്നത്, സ്ലോട്ടിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടക്ടേഴ്സ് വൈൻഡ് ചെയ്യുക, അതായത് കമ്പി ചുറ്റുന്നത്, കണ്ടക്ടേഴ്സ് അതിൻ്റെ ഉള്ളിൽ ചുറ്റുന്നത്. പിന്നെ അത് കൂടാണ്ട് ഈ പുറത്തുള്ള പ്രതലത്തിൽ, അതായത് ആ സർക്കുലാർ ഡിസ്കിൻ്റെ പുറത്തുള്ള സ്ഥലത്താണ് ഇതുപോലെ സ്ലോട്ട്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടാവുക. പിന്നെ അത് കൂടാണ്ട് എന്തുണ്ട്, ഇന്നർ പെരിഫറി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രതലത്തിൽ കൂളിംഗ് ഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ആ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എയർ പാസേജിന് വേണ്ടിയിട്ട് കൂളിംഗ് ഡക്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഘടിപ്പിക്കാനായിട്ടുള്ള കീ വേസും ഉണ്ടായിരിക്കും. കീ വേസും അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ സ്റ്റീൽ അല്ലെങ്കിൽ ഷീറ്റ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർമേച്ചർ കോറുകളുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.5 mm ആയിരിക്കും. പിന്നെ അപ്പോൾ ഇതുപോലെ അനേകം ഷീറ്റുകൾ അടുക്കി വെച്ചിട്ട്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഓരോ ഷീറ്റ് അടുക്കി വെച്ചിട്ടുള്ള ഒരു സിലിണ്ടർ രൂപത്തിൽ, കുഴൽ രൂപത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഇതുപോലെ സ്ലോട്ടുകളും ടീത്തുകളും വേറെ കാണാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാണ്ട് എന്തിനാണ് ഇങ്ങനെ ലാമിനേഷൻ പോലെ എന്താണ് ഓരോ ചെറിയ ഷീറ്റുകളായിട്ട് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോറിനകത്ത് കൂടെ എഡി കറൻറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഓരോ സ്റ്റാക്കിങ്സ് പോലെ ചെറിയ പാക്കറ്റ്സ് പോലെ അടുക്കി വെക്കുന്നത്. പിന്നെ ഇതിൽ ഈ സ്ലോട്ട്സുകൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പഞ്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈ കട്ട് എന്നുള്ള ഒരു രീതി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഈ സ്ലോട്ട്സുകൾ വരുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ ടീത്തിനായിട്ടുള്ള ഡിസൈനിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോട്ടിനായിട്ടുള്ള ഡിസൈനിൽ കട്ട് ചെയ്യുക, അങ്ങനെയാണ് വരിക. പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ട പോലെ ഈ ചെറിയ സ്ലോട്ട്സുകൾ വരുന്ന ഒരുപാട് ഡിസ്ക് ഷേപ്പിലുള്ളത് അടുക്കി വെച്ചിട്ടുള്ളതാണ് വരുന്നത് ആർമേച്ചർ കോർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടുക്കി വെക്കുന്നതിൽ ഇപ്പോൾ വലിയ മെഷീൻസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ മെഷീൻസ് ആണെങ്കിൽ ഇതുപോലെ സർക്കുലർ ഷേപ്പിലുള്ളത് ഡയറക്റ്റായിട്ട് എടുത്ത് സ്റ്റാഗ് ചെയ്ത് അതായത് അടുക്കി ഒരു ഒറ്റ സ്ട്രക്ചറാക്കി മാറ്റും. വലിയ മെഷീൻസിൻ്റെ ആണെങ്കിൽ, അതായത് വലിയ മെഷീൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 മീറ്ററോളം ഡയമീറ്ററൊക്കെ വരുന്ന വലിയ മെഷീൻസിൻ്റെ ആർമേച്ചർ കോറൊക്കെ ഇതുപോലെ ചെറിയ സെഗ്മെൻറ്റ്, ഈ വലതുവശത്ത് കാണുന്ന സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള പീസുകളായിട്ടാണ് വരിക. അപ്പോൾ 3-4 സർക്കുലർ ഷേപ്പിൽ, അതായത് വൃത്താകൃതിയിൽ വരുന്ന ആ ഷേപ്പിനെ 3-4 സെഗ്മെൻറ്റുകളാക്കിയിട്ട് പിന്നെയും ചെറിയ പീസുകളാക്കും. ഞാൻ പറഞ്ഞ പോലെ എഡി കറൻറ്റുകൾ കുറയ്ക്കാനായിട്ടാണ് മെയിനായിട്ട് ഇത് ഇങ്ങനെ സ്റ്റാഗർ ചെയ്യുന്നത്, അതായത് സെഗ്മെൻറ്റുകളാക്കി സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത് അതിനാണ്. ഇതിനിടയിൽ ലാമിനേഷൻസ് ഒക്കെ കൊടുക്കും. ലാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങൾ. സോറി ഇതിനിടയിൽ ലാമിനേഷൻസ് അല്ല, ഇങ്ങനെ സ്റ്റാഗർ ചെയ്യുന്നതിന് ലാമിനേഷൻ എന്ന് പറയും. വൈദ്യുതി കടന്നു പോകാനായിരിക്കും ഇൻസുലേഷൻ മാർക്കുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടാവും, ഇൻസുലേഷൻ രീതികൾ ചെയ്യും. ഓക്കെ, ഇനി ഈ ആർമേച്ചർ വൈൻഡിങ്,
ആർമേച്ചർ കോറും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്ലോട്ടുകളും ഇതും വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വൈൻഡ് ചെയ്യുന്നത് എന്താണ്, സാധാ കണ്ടക്ടേഴ്സാണ്, സാധാ കോപ്പർ കണ്ടക്ടേഴ്സാണ് ഈ സ്റ്റാമ്പിങ്സിൻ്റെ അല്ലെങ്കിൽ ആർമേച്ചർ കോർ ഡിസൈനിൽ വരുന്നതിനൂടെ വൈൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരുപാട് ഡിസ്ക് ഷേപ്പിലുള്ള ആർമേച്ചർ കോർ ലാമിനേഷൻസ് അടുക്കി വെച്ചിട്ടാണ് ഇതുപോലെ ഒരു സിലിണ്ടർ രൂപത്തിൽ, ഒരു പൈപ്പിൻ്റെ രൂപത്തിൽ വരുന്നത്. പക്ഷേ പൈപ്പല്ല, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ എന്തുണ്ട്, സ്ലോട്ട്സുകൾ വരുന്നുണ്ട് കണ്ടക്ടർ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടക്ടർ എന്ത് ചെയ്യും, ഈ സ്ലോട്ട്സിൻ്റെ ഇടയിലൂടെ വൈൻഡ് ചെയ്ത് എടുക്കും. വൈൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ചുറ്റുക എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ സ്ലോട്ട്സിൻ്റെ ഇടയിലും ഇൻസുലേഷൻസ് വെക്കുന്നുണ്ടായിരിക്കും. ചില സമയത്ത് വലിയ മെഷീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ വൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഇതുപോലെ ഗ്യാപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഇൻസുലേഷനോ അല്ലെങ്കിൽ വുഡൻ പീസുകളോ ഒക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ ആർമേച്ചർ കോറിൻ്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണ് ഈ ആർമേച്ചർ കോർ ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു കണ്ടക്ടേഴ്സിനെ വൈൻഡ് ചെയ്യാനാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് ഈ കോർ വെക്കുന്നത്. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിൻ്റെ, അതായത് കാന്തിക മണ്ഡലം ഉണ്ടാവും, ആ ഫ്ലക്സിൻ്റെ പാത്ത് എയറിലൂടെ പോകുന്നത് കുറച്ചെന്താണ് ദുഷ്കരമായിട്ടുള്ള പാത്തായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ കോർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് പാത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് പാത്തിന് വരുന്ന തടസ്സത്തിനെ വിളിക്കുന്നത് റിലക്റ്റൻസ് എന്നാണ്. അപ്പോൾ ഈ കോറ് വെക്കുന്നതിനുണ്ട്, ആർമേച്ചർ കോറായിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെ വെക്കുന്നതുകൊണ്ട് ആ റിലക്റ്റൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ആർമേച്ചർ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ആർമേച്ചർ വൈൻഡിങ് പറഞ്ഞു. ഇനി ഏത് തരത്തിലാണ് വൈൻഡിങ് വരുന്നത്? 2 തരത്തിലാണ് ആർമേച്ചർ വൈൻഡിങ്ങുകൾ വരുന്നത്. ലാപ്പ് വൈൻഡിങ് എന്നും വേവ് വൈൻഡിങ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ലാപ്പ് വൈൻഡിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തുടങ്ങി വെച്ച വൈൻഡിങ്ങിൻ്റെ അവസാനത്തെ എൻഡിൽ നിന്ന് രണ്ടാമത്തെ വൈൻഡിങ് തുടങ്ങും. അപ്പോൾ ഒരേ പാറ്റേണിൽ, അതായത് റിങ് പോലെ ആയിരിക്കും അത് വരുന്നത്. ലാപ്പ് വൈൻഡിങ് കോയിൽ ഈസ് ലാപ്പ് ബാക്ക് ടു ദി സക്സീഡിങ് കോയിൽ. അപ്പോൾ ഒരു കോയിൽ വൈൻഡ് ചെയ്ത് വന്നു, ആ വൈൻഡ് ചെയ്ത് വന്നതിനോ അതേ പാറ്റേണിൽ തന്നെ അടുത്തതും വൈൻഡ് ചെയ്യും. പക്ഷേ ഇതെന്താണ്, ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കൂടുതലായിട്ട് നമ്പർ ഓഫ് പാരലൽ പാത്തുകൾ, എത്ര സ്ലോട്ട്സുകളുണ്ടോ അല്ലെങ്കിൽ എത്ര പോളുണ്ടോ അതിനനുസരിച്ച് ഈക്വലായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ വേവ് വൈൻഡിങ് ആവുന്ന സമയത്ത് ഇത് തിരിച്ച് വരുന്നില്ല. ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് വരാതെ, ഒരു സർക്കുലറായിട്ട് വരാതെ എന്ത് ചെയ്യാണ്, വേവ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ ഫിഗറിൽ ഒന്നാമത്തെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, പക്ഷേ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ സെഗ്മെൻറ്റിൽ ഒന്നാമത്തെ കോയിൽ നമ്പർ 1 എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെയാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ആ കോയിൽ ഇങ്ങനെ റിങ് പോലെ വന്നു, ആ ബ്ലൂ ലൈൻ വന്നു, പിന്നെ ഡോട്ടഡ് ലൈനായിട്ട് തിരിച്ചു വന്നു. അതായത് ഒരു സർക്കിൾ പോലെ കോയിൽ എന്ത് ചെയ്തു, സർക്കിൾ പോലെ വന്നു. അതിനുശേഷം രണ്ടാമത്തെ കോയിലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ മുകളിൽ ഈ കോയിൽ തിരിച്ചു വന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഇതിങ്ങനെ റിങ് പോലെ അനേകം സ്ട്രക്ചറുകളായിട്ട് വരും. അപ്പോൾ ഇതിൽ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ്, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്നുള്ള ടേം എന്തായിരിക്കും, നമ്പർ ഓഫ് പോൾസിൻ്റെ ഈക്വൽ ആയിരിക്കും. ഫീൽഡ് വൈൻഡിങ്ങിൽ വരുന്ന കോയിൽസ് എത്രയുണ്ടോ അതിനനുസരിച്ച് ഈക്വൽ ആയിരിക്കും വരുന്നത്. പക്ഷേ വേവ് വൈൻഡിങ്ങിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ഈ NS എന്ന് എഴുതിയിരിക്കുന്ന ഫീൽഡ് വൈൻഡിങ്ങുകളാണ് കേട്ടോ, നോർത്ത് പോൾ സൗത്ത് പോൾ എന്നുള്ള വൈൻഡിങ്ങുകളാണ്. വൈൻഡിങ്ങുകളാണ്. ഇനി അതേപോലെ തന്നെ വേവ് വൈൻഡിങ്ങിൻ്റെ നോക്കാം. വേവ് വൈൻഡിങ്ങിൻ്റെ ഫസ്റ്റ് കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ്, പിന്നെ അത് തിരിച്ചു വരുന്നില്ല. അത് പിന്നെന്താണ്, വേറൊരു കോയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് സെക്ഷനിലേക്ക്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾക്കിടയിൽ ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ കോയിൽ എൻഡ് ചെയ്യുന്നതും
അല്ല, രണ്ടാമത്തെ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കോയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല. എന്താണ്, ഒന്നാമത്തെ കോയിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് എന്ത് വരുന്നത്, രണ്ടാമത്തെ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ ഒന്നാമത്തെ വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ഏകദേശം 2, 3, 4 സെഗ്മെൻറ്റുകൾക്ക് ശേഷം, ഈ സെഗ്മെൻറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് അത് എത്ര പോളുള്ള മെഷീനാണെന്ന് വെച്ചാൽ, പോൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റുകൾ NS എന്നുള്ളതിൻ്റെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിക്കാണ് പോൾ പറയുന്നത്. അപ്പോൾ വേവ് വൈൻഡിങ്ങും ലാപ്പ് വൈൻഡിങ്ങും വ്യത്യാസം ഇത് മാത്രമാണ്. ലാപ്പ് വൈൻഡിങ്ങിൽ കോയിൽ എന്ത് ചെയ്യും, തിരികെ വരും. സക്സീഡിങ് കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഫസ്റ്റ് കോയിൽ തിരികെ വരും. വേവ് വൈൻഡിങ് ആകുമ്പോൾ അതിങ്ങനെ ഒരു വേവ് ഷേപ്പ് ഫോം ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. പിന്നെ പാരലൽ പാത്തുകളുടെ എണ്ണം നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും. മറ്റേത് നമ്പർ ഓഫ് പോൾസ് പാരലൽ പാത്ത് എപ്പോഴും 2 ആയിരിക്കും. ഇനി കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചറിൽ, അതായത് DC മെഷീൻ്റെ പാർട്സുകളിൽ ആർമേച്ചർ കോർ പറഞ്ഞു, ഫീൽഡ് വൈൻഡിങ് പറഞ്ഞു, അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ആർമേച്ചർ കിടന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടർ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്ത വൈദ്യുതി കളക്ട് ചെയ്യലാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ജോലി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വൈൻഡിങ്ങിൽ കാണുമ്പോൾ തന്നെ ഈ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറങ്ങുന്നതിനനുസരിച്ച് ഈ വൈൻഡിങ്ങിൻ്റെ ഇടയിൽ ഓരോ വൈദ്യുതി എന്ത് ചെയ്യും, പ്രസരണം ഉണ്ടാവും. അതായത് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേ ലോ പ്രകാരം എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അത് നേരെ വരുന്നത് ഈ 1, 2, 3 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കമ്മ്യൂട്ടേറ്ററിലേക്കാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, ഓരോ വൈൻഡിങ്ങിലും വരുന്ന കറണ്ടിൻ്റെ വാല്യൂ കളക്ട് ചെയ്യാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയുന്നത് DC മെഷീനാണ്, അതായത് DC ജനറേറ്ററാണ്. അപ്പോൾ DC മെഷീൻ ആണെന്നുണ്ടെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും. പക്ഷേ അതിനെ കറക്റ്റ് യൂണി ഡയറക്ഷൻ ആക്കിയിട്ട്, അതായത് ഒരു DCൻ്റെ സ്വഭാവം കൊടുക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ഈ കമ്മ്യൂട്ടേറ്ററാണ്. അപ്പോൾ 2 ദിശയിൽ നിന്ന് വരുന്ന കറണ്ടുകളെ കളക്ട് ചെയ്ത് ഒരു ദിശയിലേക്ക് മാത്രമാക്കി വയ്ക്കുന്നത് എന്താണ്, ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റാണ്. ഇനി അതുപോലെ ഇത് നമ്മൾ പറഞ്ഞ പോലെ കോറിൻ്റെ പോലെ, ആർമേച്ചർ കോറിൻ്റെ പോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. പക്ഷേ ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ ഒരുപാട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ കോയിലിനെയും കണക്ട് ചെയ്യുന്ന, ഓരോ കോയിലിനും ഓരോ 2 എൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ 2 എൻഡുകളെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് കമ്മ്യൂട്ടേറ്റർ റൈസിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടായിരിക്കും. പിന്നെ കമ്മ്യൂട്ടേറ്റർ എപ്പോഴും ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. കാരണം എല്ലാ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്കും കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുമെങ്കിലും അത് ഇടയിലിടയിൽ ഓരോ സെഗ്മെൻറ്റുകൾ വൈസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മൈക്ക എന്നുള്ള കോമ്പൗണ്ടാണ്. പിന്നെ ആർമേച്ചർ കോയിൽസിൻ്റെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. കാരണം ഓരോ കോയിൽസിനായിട്ട് ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് പോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു സെക്ഷണൽ വ്യൂ ആണ്, അതായത് ഒരു ഛേദിച്ച പോലെ ഉള്ള വ്യൂ ആണ്. അപ്പോൾ ഓരോ കമ്മ്യൂട്ടേറ്ററിൻ്റെ റൈസിങ് ലെഗും അതുപോലെ തന്നെ അതിൻ്റെ എൻറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ മുകളിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് എന്തുണ്ട്, ആ റൈസിങ് ആയിരിക്കും ഈ കോയിലിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുന്നത്. കാരണം ആർമേച്ചറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി ബ്രഷസ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ കറണ്ടിനെ പിന്നെ എടുക്കുന്നത് ബ്രഷുകളാണ്. അപ്പോൾ ബ്രഷുകളിലൂടെയാണ് പിന്നെ അത് പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. DC ജനറേറ്ററാണ് പറയുന്നതെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, നമ്മൾ മെക്കാനിക്കലായിട്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ, അതായത് ആർമേച്ചർ വയറുകൾക്കിടയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വൈദ്യുതി കമ്മ്യൂട്ടേറ്റർ കളക്ട് ചെയ്യും.
ആ കളക്ട് ചെയ്ത വൈദ്യുതിനെ പിന്നെ ബ്രഷിലേക്കാണ് കടത്തിവിടുന്നത്. അത് ബ്രഷിലേക്ക് കടത്തിവിടുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. കമ്മ്യൂട്ടേറ്റർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിലൂടെ പോകുന്ന വൈദ്യുതി എപ്പോഴും എന്തായിരിക്കും? യൂണി ഡയറക്ഷനിലായിരിക്കും. അതായത് കമ്മ്യൂട്ടേറ്ററാണ് അതിനെ ഒരൊറ്റ ദിശയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ദിശയിലൂടെ എന്താണ് ബ്രഷുകൾ അത് കളക്ട് ചെയ്ത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക്, പുറത്തുള്ള സർക്യൂട്ടിലേക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ ബ്രഷ് എന്ന് പറഞ്ഞ ഒരു വലിയ സെഗ്മെൻറ്റാണ്. ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് പറയുന്ന പോലെയല്ല, അതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. ബ്രഷ് ഹോൾഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രിങ്, അതിൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ മൂവബിളായിട്ട് വരുന്ന പാർട്സൊക്കെ, സ്ലൈഡിങ് ആയിട്ട് വരുന്ന ബ്രഷസ് വരുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല. ബ്രഷിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ സിലിണ്ട്രിക്കൽ സ്ട്രക്ചറായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഷാഫ്റ്റിൻ്റെ കൂടെ ഘടിപ്പിക്കാനുള്ളതായിരുന്നു. ഈ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഏറ്റവും പുറത്ത് വരുന്ന രീതിയിൽ ആണ് ഈ ബ്രഷ് നിൽക്കുന്നുണ്ടാവുക. അത് അവസാനം നല്ല പിക്ചറിൽ കാണുന്നുണ്ട്. പിന്നെ ബെയറിങ്സ് ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബെയറിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ മോഷൻ, അതായത് കറങ്ങുന്നതിന് വേണ്ടി, ഇപ്പോൾ ചക്രം കറങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ബെയറിങ്സ്. അപ്പോൾ അതുപോലെ തന്നെ ബെയറിങ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഷാഫ്റ്റിൻ്റെയും ഈ ആർമേച്ചറിനെയൊക്കെ, ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ആർമേച്ചറിനെയൊക്കെ കറക്കാൻ വേണ്ടിയിട്ട് ബെയറിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബെയറിങ്സ് നേരിട്ട് കണക്ട് ചെയ്യുന്നത് ഈ യോക്കുമ്മലാണ്. അതായത് കേസായിട്ടുള്ള DC ജനറേറ്ററിൻ്റെ കേസായിട്ട്, DC മെഷീൻ്റെ കേസിൻ്റെ രണ്ട് എൻഡിലായിട്ടാണ് ബെയറിങ്സ് പിടിപ്പിക്കുക. ബെയറിങ്സിൻ്റെ ഉള്ളിലൂടെ ഷാഫ്റ്റും കടത്തിവിടും. അപ്പോൾ ഷാഫ്റ്റ് എന്ത് ചെയ്യും? ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് ആർമേച്ചറിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷാഫ്റ്റ് തിരിയുന്നതിനനുസരിച്ച് ആർമേച്ചറും കറങ്ങാനായിട്ട് തുടങ്ങും. ഇനി ബെയറിങ്സിൻ്റെ പ്രത്യേകതകൾ, ഏത് തരം ബെയറിങ്സ് ആണ് ഉപയോഗിക്കുന്നതാണ്. ബെയറിങ്സ് രണ്ട് തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോൾ ബെയറിങ്സ് ഉണ്ട്. സാധാരണ നമുക്ക് കാണാൻ, അതായത് സൈക്കിളുകളിലൊക്കെ കാണുന്നതാണ് ഈ ബോൾ ബെയറിങ്സ് എന്നുള്ളത്. സൈക്കിളിൻ്റെ പ്രൊവീൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പിന്നെ അടുത്തത് വരുന്നത് റോളർ ബെയറിങ്സ് ആണ്. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. രണ്ടും ഒരേ പ്രവർത്തനം തന്നെ ചെയ്യുന്ന റൊട്ടേഷൻ മോഷൻ ഈസി ആയിട്ട് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ക്വയറ്റർ പെർഫോമൻസ്, കൂടുതൽ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത രീതിയിൽ ജനറേറ്റർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബെയറിങ്സിൻ്റെ ഒരു സഹായം ചെയ്യുന്നത്. ബെയറിങ്സ് ഈ മെഷീനിന് വേണ്ടി ചെയ്യുന്ന സഹായം അതാണ്. പിന്നെ അടുത്തതായിട്ട് എൻഡ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെയറിങ്സ് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഈ എൻഡ് പ്ലേറ്റ്സിലാണ്. അപ്പം നമ്മൾ യോക്ക് എന്നുള്ളത് പറഞ്ഞു, അതായത് അതൊരു സിലിണ്ട്രിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനകത്താണ് ജനറേറ്ററിൻ്റെ ഫീൽഡ് പോൾ വൈൻഡിങ്സ് ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിനും അകത്തായിട്ടാണ് ആർമേച്ചർ ഷാഫ്റ്റിൽ നേരെ ഡയറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെയും ഈ യോക്കിൻ്റെയും ഇടയിൽ വരുന്ന ഈ സ്ട്രക്ചറിനെ ഹോൾഡ് ചെയ്യുന്നത് ബെയറിങ്സിലാണ്. അപ്പോൾ അത് യോക്കിലേക്ക് ഘടിപ്പിച്ച് വെക്കുന്നത് ആരാണ്? എൻഡ് പ്ലേറ്റ്സ് ആണ്. രണ്ട് എൻഡിലും എൻഡ് പ്ലേറ്റ്സ് വരും. ആ എൻഡ് പ്ലേറ്റ്സിനകത്ത് കൂടെയാണ് ഷാഫ്റ്റ് വരിക. ഷാഫ്റ്റിൻ്റെ മുകളിൽ ആർമേച്ചർ കോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എയർ ഗ്യാപ്പ് കൂടാത്ത രീതിയിൽ, അതായത് ഫീൽഡ് പോൾസിൻ്റെയും ആർമേച്ചർ കോറിൻ്റെയും ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു ചെറിയ രീതിയിലുള്ള എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എയർ ഗ്യാപ്പ് വലുതാവാൻ പാടില്ല. അപ്പോൾ അത് ജനറേറ്ററിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ DC മെഷീൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് എയർ ഗ്യാപ്പ് ചെറുതായിട്ടുള്ള ഒരു എയർ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് എൻഡ് പ്ലേറ്റ്സ് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ബെയറിങ്സ് ഈ എൻഡ് പ്ലേറ്റ്സുമ്മിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള റൊട്ടേഷൻ, അതായത് ഫ്രിക്ഷൻ കുറവുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ എൻഡ് പ്ലേറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഇനി കൂളിംഗ് ഫാൻ. എല്ലാ DC മെഷീനിലൊന്നും കൂളിംഗ് ഫാൻ ഉണ്ടാവില്ല. വലിയ DC ജനറേറ്റർ അല്ലെങ്കിൽ DC മോട്ടർ എന്നുള്ളതിലൊക്കെ, അതായത് വലിയ കപ്പാസിറ്റിയുള്ള DC മോട്ടറിലൊക്കെ അല്ലെങ്കിൽ ജനറേറ്ററിലൊക്കെയാണ് കൂളിംഗ് ഫാൻ ഉണ്ടാവുക. ചെറിയ പവറുള്ള DC മോട്ടറിലൊന്നും ഉണ്ടാവില്ല. അത് ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, നല്ലോണം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആർമേച്ചർ നല്ലോണം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർമേച്ചർ കണ്ടക്ടറുകൾക്കിടയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ
സ്വാഭാവികമായിട്ടും ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂടാവാൻ തുടങ്ങും. അത് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ്. സാധാരണ ഇപ്പോൾ ഏത് കണ്ടക്ടറിലൂടെ പാസ് ചെയ്താലും ചൂടുണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ ബൾബൊക്കെ ചൂടാവുന്ന പോലെ തന്നെ. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ ആവാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ആർമേച്ചർ കോറിൽ വൈൻഡ് ചെയ്തിട്ടുള്ള 1-2 കണ്ടക്ടേഴ്സ് അല്ല, അനവധി കണ്ടക്ടേഴ്സാണ് ആ ആർമേച്ചർ കോറിനകത്ത് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കണ്ടക്ടേഴ്സിലൂടെയും കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലും വരുന്ന ഹീറ്റ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇത് ചൂടായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വൈൻഡിങ് ചൂടായി ഉരുകും, അതായത് കത്തിപ്പോയി എന്ന് പറയും. അപ്പോൾ അങ്ങനെ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സഹായം ചെയ്യുന്ന രീതിയിൽ, അതായത് ആ ചൂട് അവിടെ ഉണ്ടാകുന്ന ചൂടിനെയൊക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഫാൻ വെക്കുന്നത്. കൂളിംഗ് ഫാന് വേറെ നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി കണക്ഷനോ അങ്ങനെയൊന്നുമില്ല, നേരെ ഷാഫ്റ്റിൽ ഘടിപ്പിച്ച് വെക്കുന്നതാണ്. അപ്പോൾ വലിയ ലോഡുള്ള മെഷീനുകളിലാണ് ഈ കൂളിംഗ് ഫാൻ ഉപകാരമായിട്ട് വരുന്നത്. ഷാഫ്റ്റിൽ ഘടിപ്പിച്ച് വെക്കുക, ഷാഫ്റ്റ് തിരിയുന്നതിനനുസരിച്ച് കൂളിംഗ് ഫാനും തിരിയും. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഫാൻ ലൈക്ക് ഡിസൈൻ ആയിരിക്കും. അത് കറങ്ങുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും? ആർമേച്ചറിലേക്കും അതുപോലെ തന്നെ ഫീൽഡ് പോൾസിലേക്കൊക്കെ കാറ്റടിച്ചിട്ട്, അതായത് ചെറിയ രീതിയിൽ വരുന്ന എയർ സർക്കുലേഷൻ വരും. അപ്പോൾ എയർ സർക്കുലേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ കുറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി കൊടുക്കുന്നില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചൂട് ഒഴിവാക്കുന്ന മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് എയർ കൂളിംഗ് എന്ന്. അതായത് നമ്മൾ ഫോഴ്സ്ഡ് എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഫാന് എക്സ്റ്റേണലായിട്ട് ഫാന് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഫാൻ വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും DC മെഷീൻസ് കൂള് ചെയ്യാം. ഈ പറഞ്ഞ കൂളിംഗ് ഫാൻ എന്നുള്ളത് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് മൊത്തമായിട്ട് ഒരു DC മെഷീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഫീൽഡ് വൈൻഡിങ്സ് ആണ്. ഈ ഹൗസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഫീൽഡ് പോൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ ഇതിൽ 4 പോളുകളാണ് കാണിച്ചിട്ടുള്ളത്. NAS എന്നുള്ള രീതിയിൽ 4 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 പോളുകൾക്കിടയിൽ എന്താണ്, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും എയറിൻ്റെ. അതിനകത്ത് കൂടിയാണ് ഷാഫ്റ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് വെക്കുമ്പോൾ ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ കൂളിംഗ് ഫാന്, ആർമേച്ചർ കോറ്, കമ്മ്യൂട്ടേറ്റർ, അതിൻ്റെ ആ 2 ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് 2 ബെയറിങ്ങുകൾ, അത് കറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് സ്ട്രക്ചർ വരിക. അപ്പോൾ ഈ ബെയറിങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 2 എൻഡ് പ്ലേറ്റ്സിൻ്റെ 2 വശത്തായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെയറിങ്സ് അനങ്ങുന്നില്ല. പക്ഷേ ബെയറിങ്സ് എന്തിന് പോസിബിൾ ആക്കും? ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആക്കും. പിന്നെ ഈ ആർമേച്ചറൊക്കെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കീവേസിനകത്ത് ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ്, ലോക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യുക. കമ്മ്യൂട്ടേറ്റർ ആയാലും ഇതായാലും കമ്മ്യൂട്ടേറ്റർ ആയാലും ആർമേച്ചർ കോർ ആയാലും കൂളിംഗ് ഫാൻ ആയാലും എല്ലാം. പിന്നെ ഈ ബ്രഷ് എവിടെ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്ററിന് 2 എൻഡിലായിട്ട്, അതായത് പാരലൽ വരുന്ന രീതിയിൽ, ഇവിടെ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓരോ സെഗ്മെൻറ്റ് വരുന്നിടത്ത് ബ്രഷ് എന്ത് ചെയ്യും? കമ്മ്യൂട്ടേറ്ററിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന പോലെ കാർബൺ ബ്രഷുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മളൊരു കറങ്ങുന്ന സാധനത്തുമ്പോൾ നല്ല ഫോഴ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്കത്തെ അത് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ബ്രഷുകളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു DC മെഷീൻ്റെ സ്ട്രക്ചർ, പാർട്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.